നമുക്ക് അടിപൊളി ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി നോക്കാം. ചിക്കനിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുട്ട ഇത്രയും ചേർത്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ബണ്ണിനുള്ള ഡോ തയ്യാറാക്കാം. ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് 2 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും മാവ് നല്ലോണം പൊന്തി വരും. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. ചെറിയൊരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഹാഫായിട്ട് മടക്കാം. ഇത് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുകയോ ബേക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇതേപോലെ മടക്കി വെച്ച ബണ്ണെല്ലാം 1 മണിക്കൂറും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാനിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. 1/2 കപ്പ് മൈദ, 1/4 കപ്പ് ഓട്സ് പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിൽ 2 സൈഡും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഒരു 3 ടീസ്പൂൺ മയോണൈസും 2 ടീസ്പൂൺ സോസും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വെജീസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സവാളയും തക്കാളിയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.